വീഴണം, ഇടിച്ച്. എന്താണ് പറയാനുള്ള കലോത്സവത്തെ പറ്റി? ആണോ? നമ്മൾ ടീച്ചർക്ക് അഭിമാനം തോന്നുന്നുണ്ടോ ഈ നിമിഷത്തിൽ? പറയൂ. ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് നമ്മുടെ മക്കളെ പോകാൻ പറ്റിയില്ല. അതെ. ഹെഡ്ഫോൺ വെച്ച് മാസം കാണിക്കുവാണോ നീ? ഛർദിക്കും ഗൈസ്, പാട്ട് കേട്ടില്ലെങ്കിൽ എനിക്ക് ഛർദിക്കാൻ പറ്റും. ഞാനിപ്പോ ഉറങ്ങും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും കുറേ മേക്കപ്പ് ഒക്കെ ഇടുന്നവരാണ് ഗൈസ്. അതുവരെ എത്തണം. ഛർദിക്കാൻ കുറേ നേരം ഉണ്ട് ഈ വണ്ടിക്കകത്തിരിക്കണം. എല്ലാവരും ചത്തതുപോലെ ഇരിക്കുമായിരുന്നു. സാരമില്ല, ഇതൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ടെന്ന് ദൈവം തമ്പുരാനറിയാം. ഓക്കെ, നമുക്ക് ഡോണ ടീച്ചർ അഭിപ്രായം പോയി കേൾക്കാം. ഇപ്പൊ തന്നെ കേൾക്കണോ? കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കാം. ഓക്കെ ഗൈസ്. കണ്ടില്ല ഗൈസ്, സാരമില്ല. 2 മിനിറ്റായി, ഒന്നും പറയാനില്ല. എന്തൊക്കെയാ പറയണമെന്ന് നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. എന്നാലും ഇങ്ങനെ പറയല്ലേ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇതൊക്കെ. Tampடி sama teu na tanalakanan. ഇവിടെ ഒരുമാതിരി പാർട്ടി പരിപാടിക്ക് വരുന്ന പോലെ ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ട് ഇതൊക്കെ കലോത്സവമല്ലേ ഇത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ?
വായിക്കാനും വയ്യ. നമുക്ക് പ്ലെയിൻ പറക്കി കളിക്കാം. നമ്മൾ ഗ്രീൻ റൂം തപ്പി നടക്കുവാണ്. ഇത് സ്കൂൾ പോലെ ഒന്നും തോന്നുന്നില്ല. ഇത് വേറെ എന്തോ വേറെ എങ്ങോട്ടോ പോകുന്ന പോലെയൊക്കെ തോന്നുന്നു. നമ്മുടെ സ്റ്റേജ് ഇവിടെയാണ്. ഇതാണ് മറ്റേ സാധനം, വിഘ്നവിനായക. ഇവിടെയാണ് കളിക്കേണ്ടത് തിരുവാതിര. നമ്മളിപ്പോ അതിൻ്റെ അകത്ത് കയറ്റി നോക്കിക്കോ. കേറിവേട മക്കളെ. ടീച്ചർമാരത് അവിടെ നിന്നു. വൈറ്റിട്ടിട്ട് തിരുവാതിര ഉണ്ടോ പിള്ളേരുടെ? 11:30 ആവുന്നേ ഉള്ളൂ. നമ്മളിപ്പോഴേ ഔട്ട്ഫിറ്റ് എല്ലാം ഇട്ട് സെറ്റായിട്ട് നിൽക്കും. രാത്രി 7 മണിക്കായിരിക്കും തിരുവാതിര. നമ്മള് 12 കഴിയുമ്പോഴേ വീട്ടിലെത്തുന്നുള്ളൂ. ഒന്നാമത്തെ ക്ലസ്റ്ററിൽ 96, 92 ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ ഇനി അവർ വരികയാണെങ്കിൽ ഡിഡിയുടെ അറിയിക്കുന്നു. ഓക്കെ ഗൈസ്, സ്ഥലം സ്പോട്ടഡ്. ഇനി നമ്മൾ മേക്കപ്പ് ഇടുന്ന എല്ലാം കാണിക്കാം കേട്ടോ. കഷ്ടപ്പാട് കാണും നിങ്ങൾ. അത് വേണമായിരുന്നോ? വേണം. ഓക്കെ. കലാപ്രതിഭകൾക്ക് സ്വാഗതം എന്നാണ് പോസ്റ്ററിൽ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ ആ ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നേരമായി ഗൈസ്. മടുത്ത്. ഇനി പാതിരാത്രി വരെ ഇങ്ങനെ നിൽക്കണം. ഇപ്പൊ തന്നെ ഇത്ര മടുപ്പ്. ഇപ്പൊ സാരി എല്ലാം കൂടി എടുത്തിട്ട് ഊരാൻ പോലും അല്ല, ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റത്തില്ല. സത്യം പറയാൻ ടോയ്ലറ്റിൽ കയറത്തില്ല. ടോയ്ലറ്റോ ഗ്രാനീന്റെ റൂമോ? അതിന് ഇതിന് വൃത്തിയുണ്ട്. ടോയ്ലറ്റ് കാണിച്ചു തരുന്നില്ല എന്തായാലും. ഭയങ്കരമായിട്ട് പണ്ട് തൊട്ട് ഉപേക്ഷിച്ചിട്ട സ്ഥലം പോലെ ഉണ്ട്. നമ്മള് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. എനിക്ക് വ്ളോഗ് എടുക്കുമ്പോൾ എന്തോരം ആവുന്നുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. എല്ലാവരും വിചാരിക്കും നമ്മൾ ഭയങ്കര യൂട്യൂബേഴ്സ് ഒക്കെയാണെന്ന്. അങ്ങനെ വിചാരിച്ചോട്ടെ, കുഴപ്പമില്ല. എല്ലാവരും നോക്കുന്നുണ്ട്. എനിക്കും ഇത് മതി. ഇതെന്നാ? ഇത് വേണോ? എല്ലാവരും വേറെ വേറെ എടുക്കാം, അന്നേരം എല്ലാം ടേസ്റ്റ് ആക്കാം. ഇതിനും 10? പത്തക്കവെള്ളം വേണ്ട. ഇതെന്നാ? ലൈം വേണോ? ആ, ഒരു ലൈം ഒരു ഇത് നല്ലതാണോ? ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ. എക്സ്ചേഞ്ച് അടിക്കാം. ഇതിന് തണുപ്പുണ്ട്. ഇത് കുടിച്ചോ, ഇത് നല്ല. നല്ലല്ലേ? നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഇവിടെ നമ്മുടെ സണ്ണിച്ചേട്ടൻ ഇവിടെ ഉണ്ട്. നല്ല ഫുഡാന്ന് തോന്നുന്നു. എനിക്കറിയില്ല. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഫുഡിന്റെ റിവ്യൂ പറയാം. പിന്നെ ഇപ്പം കഴിച്ചത് നല്ല രസമുണ്ടായിരുന്നു. ലൈം കൊള്ളത്തില്ല. തൈരച്ചൊക്കെ തൈരച്ചൊക്കെ നല്ലതാണ്. തൈര് നല്ലതായിരുന്നു. പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ?
കേൾക്കാവോ? എല്ലാം വീട്ടിൽ ചെന്ന് കേൾക്കുമ്പോൾ ഒന്നിനും ഓടിയുണ്ടാവുക. വോയിസ് ഓവർ ചെയ്യാൻ നമ്മൾ തിരുവാതിര നടക്കുന്നുണ്ട് കൈസ്. അവിടെ ആംബുലൻസ് ഉണ്ട്. നമ്മൾ തലകറങ്ങി വീഴുമ്പോൾ എടുത്തോണ്ട് വ്ലോഗ് എടുക്കാം. ഫുഡ് റിവ്യൂ ഇപ്പം തരാം. സാമ്പാർ കൊണ്ട് തരുമായിരിക്കും. ഉണ്ട് ഉണ്ട്, അവിടെ വെച്ചിട്ടുണ്ടല്ലോ ഒരെണ്ണം കൂടെ. ആ പായസം പായസം. പെൻസിൽ വേറെ എങ്ങനെയുണ്ട്? നല്ല ഫുഡാണ്. എങ്ങനെയുണ്ട്? അല്ല നീ തിന്നോ? നല്ലതാണോ? ഞാൻ കൂടെ തിന്നാനുള്ളൂ. എന്റെ കൈ മുറിഞ്ഞിരിക്കും. അയ്യേ, അച്ചാറിന് ഭയങ്കര കയ്പാ. നമുക്ക് തിന്നു നോക്കാം. കറി കൊള്ളാം. ഓക്കെ ഗൈസ്, കഴിച്ചിട്ട് വരാം. പൈസ വന്നു ഗൈസ്. എങ്ങനെയുണ്ട്? മധുരം കൂടുതല. ഇപ്പം മത്ത് കയറും. എന്നാലും കുഴപ്പമില്ല. നിനക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ലതല്ലേ? നല്ലതാ ഗൈസ്, വലിയ കുഴപ്പമില്ല. അഡ്ജസ്റ്റ് ചെയ്യാം. എവിടെയാണ് ഇടണ്ടേ? ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങോട്ട് പോവാം? നമ്മൾ മേക്കപ്പ് ആയിരിക്കും, വേറെ പരിപാടിയൊന്നുമില്ല. നമുക്ക് മേക്കപ്പ് ഇടാൻ പോകാം ഗൈസ്. ഗൈസ് നമ്മൾ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞു. മേക്കപ്പ് ഇടാൻ വേണ്ടി ഇരിക്കുക. തനുശ്രീക്ക് അവിടെ ഡ്രസ്സ് ഇടിക്കുക. ആര്യ ഇവിടെ മേക്കപ്പ് ഇടാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അറിയില്ല. നമ്മൾ ഇപ്പോൾ മേക്കപ്പ് ഇടുന്ന വ്ളോഗ് എടുക്കണം വിചാരിച്ചത്, പക്ഷെ മറന്നുപോയി. എല്ലാവരും ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഡ്രസ്സ് ഇടുന്നതിൻ്റെ. ഈ കോലത്തിലാണ് നടക്കുന്നത് ഇവിടെ എല്ലാവരും. മറന്നുപോയിന്ന് നിന്റെ മേക്കപ്പ് ഇടുന്ന എടുക്കാൻ. എന്താ പറയാനുള്ളത്? മേക്കപ്പ് ചെയ്യാൻ എന്നിട്ട് പെടലി ഉളുക്കി ഒരു വഴിയായി. അവിടെ ഇരിക്കരുതാരും. പെടലി ഒഴിഞ്ഞു പോകുന്നത്. മേക്കപ്പിടലെല്ലാം കഴിഞ്ഞു. തനുശ്രീ എന്ത് തോന്നുന്നു? മടുത്തോ? ഭയങ്കരമായിട്ട് മടുത്തു. ഇത്ര ഞാൻ മടുത്തിട്ടില്ല. രാത്രി നമുക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ്. ഫോണിനൊന്നും
ചാർജ് ഇല്ല. എങ്ങനെയാണെന്ന് അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോൾ വ്ളോഗൊന്നും ഉണ്ടാകത്തില്ല. നമ്മളിനി കളിക്കാൻ പോവുകയാണ്. നമ്മൾ ഏതോ അന്യഗ്രഹ ജീവികളെ പോലെയാണ് നമ്മൾ നോക്കുന്നത്. ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത 27 നമ്മൾ റെഡിയായി ഇനി സ്റ്റേജിൽ കയറാൻ വേണ്ടി നിൽക്കുക. 62-88 ഫസ്റ്റ് കിട്ടിയതിൻ്റെ ആഘോഷമാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് കളിച്ച് ഒരു തെറ്റിച്ച് ഇവിടെ തെറ്റിച്ചപ്പോൾ ഞാൻ ചെണ്ട തെറ്റിപ്പോയത്. പക്ഷെ എൻ്റെ തെറ്റില്ല. ഗൈസ് നമ്മളെ പരിപാടി കഴിഞ്ഞു. നമ്മൾ റൂമിൽ പോവാണ്. ആരും ഊമ്പിച്ചില്ല. എല്ലാവരും മൊത്തത്തിൽ ഊമ്പലായിരുന്നു. ഇവർക്ക് വയ്യ ഗൈസ്, ഇവർക്ക് വയ്യ. അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ടും പോയില്ല. നമ്മളെ പരിപാടി കഴിഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നു. എല്ലാവരും പോകുന്നു. ഇരുട്ടാന്നറിയാം, ആരും കാണുന്നില്ല. ഞങ്ങൾ അങ്ങനെയെല്ലാം കാണുന്നില്ല. അടി ഇരുട്ടാണ്. ട്രീസ മൊത്തത്തിൽ കിറങ്ങിയിരിക്കുകയാണ്. ട്രീസൊക്കെ എന്താണ് പറയാനുള്ളത്? നമ്മൾ പോകുന്ന കാര്യം ഇപ്പം സമയം എത്രയായി? ഇപ്പം സമയം 8:15. കറക്റ്റ് 8:15. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടോ വല്ലതും? എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും കേൾക്കുന്നുണ്ടെന്ന്. ഇവിടെ ഭയങ്കര സൗണ്ടാണ് ദഫ്മുട്ടിൻ്റെ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോകുന്നു. കേൾക്കുന്നില്ല എന്ന് എനിക്കറിയാം. വോയിസ് ഓവർ വല്ലതും ചെയ്തിട്ടേക്കാം. ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കണം. ജില്ലാ മത്സരത്തിന് വന്നിട്ടാണ് ഞാൻ തിരക്കിൽ അങ്ങോട്ട് വിളിക്കാം. കണ്ടോ നിങ്ങൾ? സ്ഥലം കണ്ടോ? ഞാൻ വിളിക്കാച്ചനാണ്. ഇവിടെ നിന്ന് പാത്രം കഴിക്കേണ്ടി വരും. എന്നാലും കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് വല്ലതും? പൊറോട്ട അങ്ങനത്തെ ഒന്നും അല്ല. ടീച്ചർക്ക് പറ്റുന്ന എല്ലാവർക്കും പറ. ടീച്ചർ പറഞ്ഞോ? കറി ചില്ലി ചിക്കൻ ഉണ്ട്, പെപ്പർ ചിക്കൻ ഉണ്ട്, ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ട്, ഗാർലിക് ചിക്കൻ ഉണ്ട്, കമ്പാനി ചിക്കൻ ഉണ്ട്. എന്തുവാ ഗൈസ് നമ്മളൊക്കെ കണ്ടുപിടിച്ചൂടെ? ഒന്നുമില്ല. നമ്മള് കഴിഞ്ഞ് പോവാണ്. മൊബൈലിൽ അങ്ങനെ തന്നെയുള്ള, എന്നാലും കുഴപ്പമില്ല. dance floor.
അനുകൃഷ്ണ